ഫാമിലിയിൽ ഒരു കല്യാണം വന്നാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഷോപ്പിംഗ് ചെയ്ത് ഒരിക്കലും ഇതിനൊരു അവസാനം നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഡിസൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ക്ലോത്തിങ് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തോട്ടത്തിൽ പോയതാണ് കേട്ടോ. ആക്ച്വലി ഞാൻ വിചാരിച്ചു തോട്ടത്തിൽ പണ്ടൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് ഇപ്പോഴും ആക്ച്വലി. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഓവർ പ്രൈസ്ഡ് ആയ പോലെ ഒരു ഡൗട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു സ്ഥലത്തും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഹൈജീനും ഉണർന്ന് പിന്നെ ഞങ്ങൾ കസവ കേന്ദ്രയിൽ പോയിട്ടോ. ആക്ച്വലി ഇവിടെ വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ട്. നമ്മളൊരു നിരാശയായി പോകേണ്ട ആവശ്യം എനിക്കത് വന്നിട്ടില്ല ഇതുവരെ. ഞാനും ഫാമിലിയൊക്കെ സ്ഥിരം എൻ്റെ കല്യാണം മുതൽ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കാറുണ്ട് കേട്ടോ. അഫോർഡബിൾ ആണ്, പിന്നെ ഒരു ലോകമാണ്. കുറേ വെറൈറ്റീസ് ഓഫ് എല്ലാ വെറൈറ്റീസിലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ ഡോൾക്കി നൈറ്റിനുള്ള ഡിസൈൻ ചെയ്യിക്കാനുള്ള ക്ലോത്തും പിന്നെ എനിക്ക് എൻ്റെ ഉമ്മൻ്റെ ഒരു സാരിക്ക് ബ്ലൗസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ. അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് തപ്പിയെടുക്കൽ കഴിഞ്ഞപ്പോഴേക്ക് ഒരു സമയമായിട്ടോ. അവസാനം ഒരു വഴിക്കായി. ഷോപ്പിംഗ് എന്ന് പറയാൻ മാത്രമേ എളുപ്പമുള്ളൂ. ഇത് ചെയ്യുന്ന എനിക്ക് പരിപാടി തീരെ ഇഷ്ടമല്ല. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് മാത്രം ചെയ്യുന്ന കുറേ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ വിശന്ന് വലിയൊരു പരുവായിട്ടോ നമ്മൾ ആക്ച്വലി. പിന്നെ തൊട്ട് മുന്നിൽ ടോപ്പ് ഫോമുള്ളുണ്ട്. നേരെ അവിടെ കയറി ബിരിയാണി എല്ലാം കഴിച്ച് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് വിട്ടു. പിന്നെ ഇത് നമ്മൾ ചെറുട്ടർ കൊണ്ട് കുറച്ച് ആയിട്ടുള്ളൂ ഓപ്പൺ ആയിട്ട് എനിക്ക് തോന്നുന്നു. പ്ലേ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ജെൻസിന് പറ്റിയ കളക്ഷൻസൊക്കെ ഇവിടെ ഇമ്പോർട്ടഡൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഹൈസീന് കുർത്ത കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ SM സ്ട്രീറ്റിലുള്ള കോയിൻകോ ബസാറിലുള്ള ജുബ ഹൗസിലേക്ക് പോയിട്ട് ഇവിടെ അത്യാവശ്യം ഞാൻ അന്നേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗ്രൂംസിനൊക്കെ പറ്റിയ ഒരുപാട് ഡ്രസ്സസും കുട്ടികൾക്ക് പറ്റിയ കുർത്താസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഹൈസീനെ പറ്റിയ കുർത്താസ് എല്ലാം കിട്ടിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിട്ടോ. പിന്നെ ഏതായാലും കോയിൻകോ എത്തിയതല്ലെന്ന് വിചാരിച്ചിട്ട് SM സ്ട്രീറ്റിലൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് അതും കൂടെ ആയപ്പോൾ പിന്നെ എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ഇനിയും ബാക്കി വെച്ച് നമ്മൾ തിരിച്ചെത്തിട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.